സത്യപ്രതിജ്ഞയ്ക്കിടെ ജയ് പലസ്തീൻ എന്ന് വിളിച്ച് അസദുദ്ദീൻ ഒവൈസി ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് ഒവൈസിക്കെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നു. मैं असदुद्दीन ओवैसी जिसे लोकसभा का रुकन मंतखब किया गया है, अल्लाह के नाम से हल्फ उठाता हूँ कि मैं भारत की आइन पर जो क़ानून के मुजब तय पाया है एतक़ाद रखूँगा, उसका वफ़ादार रहूँगा। मैं भारत के इक़्तिदार आला और सालिमियत को बरक़रार रखूँगा और जिस ओहदे को मैं संभालने वाला हूँ इसके फ़राइज़ और वफ़ादारी से अंजाम दूँगा। जय भीम, जय मीम, जय तेलंगाना, जय फलस्तीन, तकबीर, अल्लाहु अकबर. ഡൽഹിയിൽ അനൂപ് ദാസ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം അനൂപ്, നമുക്ക് രാഹുൽ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കുമെന്ന വാർത്ത, അതിന്റെ വിവരങ്ങൾ. രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്ത് MP ആയി അധികാരമേറ്റു. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇംഗ്ലീഷിലായിരുന്നു. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ വേണ്ടി സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പാർലമെന്റ് എത്തുകയും ചെയ്തിരുന്നു. നേരത്തെ വയനാട് MP ആയിരുന്നു രാഹുൽ ഗാന്ധി. ഇത്തവണ റായ്ബറേലി MP ആയിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തിരുന്നത്. വയനാട് നിന്ന് ജയിച്ചിരുന്നത് നേരത്തെ തന്നെ ആ മണ്ഡലം രാജിവെച്ച് ഒഴിയുകയായിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്ത് MP ആയി അധികാരമേറ്റു. അനൂപ്, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒവൈസിയുടെ ഈ ജയ് പലസ്തീൻ എന്നുള്ള ഈ മുദ്രാവാക്യം വിളിച്ചത്, അല്ലെങ്കിൽ പറഞ്ഞ സത്യപ്രതിജ്ഞയ്ക്കിടെ പറഞ്ഞത് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് ഭരണപക്ഷത്തു നിന്ന് കാരണമായിട്ടുണ്ട്. ജയ് പലസ്തീൻ എന്ന് മാത്രമല്ല ഇപ്പം പറഞ്ഞത്, പക്ഷെ എന്നാലും ജയ് തെലങ്കാന, ജയ് പാലസ്തീൻ എന്നെല്ലാം ഒരുമിച്ചാണ് അദ്ദേഹം വിളിച്ചത്. ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന ചോദ്യമാണ് ഇത് വിവാദമായതിനു ശേഷം അസാസുദ്ദീൻ ഒവൈസി ഉയർത്തുന്നത്. എന്നാൽ ശോഭ കലന്തരജെ ഇക്കാര്യത്തിൽ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഒവൈസിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ജയ് പാലസ്തീൻ വിലയൊന്നും പാർലമെന്റിനകത്ത് പാടില്ല എന്നതാണ് ശോഭ കലന്തരജ നൽകിയ പരാതിയിൽ പറയുന്നത്. നടപടി വേണമെന്ന ആവശ്യവും അവർ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ജയ് തെലങ്കാന, ജയ് പാലസ്തീൻ എന്നെല്ലാം വിളിച്ചത് എന്ത് തെറ്റാണുള്ളത് എന്ന ചോദ്യം ആവർത്തിക്കുകയാണ്. സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച ഒവൈസി. ശരി.